അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്ലൻ ബിക്കും വസഹ്ലൻ മർഹബൻ ലക്കും ഇലാ ഖനാതിന. UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. ഉമർ അബൂ രീശ ഹുനാ ഫി മൗസിമിൽ വർദി തലാഖൈനാ ബിലാ വഅദിൻ വസിർനാ ഫി ജലാലി സുംതി ഫൗക മനാകിബിൽ ഖുൽദി എന്ന സ്നേഹത്തിൻ്റെ വരികൾ പാടിയ കാമുകനാണ് അറബി സാഹിത്യകാരനായ ഉമർ അബൂ രീശ. 1910 ഹലബിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1990 അദ്ദേഹത്തിൻ്റെ മരണം. ഷാഇറുൻ സൂരിയുൻ സിറിയക്കാരനായ ഉമർ അബൂ രീശ തൻ്റെ ഇബ്തിദായിയ പഠനം ഹലബിൽ വെച്ച് നിർവഹിക്കുന്നു. തുടർന്ന് ബൈറൂത്തിലെ മദ്രസത്തുൻ അംരീക്കിയ എന്ന സ്ഥാപനത്തിലാണ് സാനവിയ പഠനം നിർവഹിക്കുന്നത്. ജാമിഅത്തു മാഞ്ചസ്റ്റർ ഇംഗ്ലത്തറ ഇംഗ്ലണ്ടിലെ ജാമിഅത്തു മാഞ്ചസ്റ്ററിൽ അദ്ദേഹം കെമിസ്ട്രി പഠനം നിർവഹിക്കുന്നുണ്ട്. അവിടെ വെച്ച് നൂർമ എന്നു പേരുള്ള യുവതിയുമായി സ്നേഹത്തിലേർപ്പെടുകയും തുടർന്ന് സിറിയയിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ കുടുംബക്കാരോട് നൂർമയുമായുള്ള കല്യാണാലോചനകൾ നടത്തുകയും ചെയ്തു. മടങ്ങിപ്പോയപ്പോഴേക്കും നൂർമ മരണപ്പെട്ടു എന്ന ദുഃഖവാർത്ത അദ്ദേഹത്തെ തളർത്തിയിരുന്നു. ആ ദുഃഖത്തിലാണ് ഖാത്തിമത്തുൽ ഹുബ്ബ് എന്ന റിസാ അദ്ദേഹം രചിക്കുന്നത്. 6 ഭാഷകൾ വശമുണ്ടായിരുന്ന അദ്ദേഹം സഫീറും ഫിൽ ഹിന്ദ്, അമേരിക്ക, ബ്രസീൽ, അന്നിംസ തുടങ്ങിയ 4 രാജ്യങ്ങളിൽ അംബാസഡറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ലാസിക്കൽ ശൈലിയിലായിരുന്നു കവിതകൾ രചിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ ദി ഖാർ, ഷിഅറുൻ തംസീലി. അദ്ദേഹം ആദ്യം രചന നിർവഹിച്ച ഗ്രന്ഥമാണ് ദി ഖാർ. അത് ഷിഅറുൻ തംസീലിയാണ്. രണ്ടാമതായി ദീവാനു ഉമർ അബി രീശ. 1947 അദ്ദേഹം ദീവാനു ഉമർ അബി രീശ രചിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഒരുപാട് ഡ്രാമകൾ എഴുതിയിട്ടുണ്ട്. താജ് മഹൽ, സമീർ മീസ്, മഹ്കമത്തു ശുഅറ, അത്തൂഫാൻ തുടങ്ങിയവ അതിൽ പ്രസിദ്ധമാണ്. ദീവാനുൻ ഇൻജിലിസിയ, അറബി ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷ് ഭാഷയിലും അദ്ദേഹത്തിന് ഒരു ദീവാനുണ്ട്. റോവിങ് അലോങ് എന്ന പേരിൽ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ദീവാൻ 1959 അദ്ദേഹം രചിക്കുന്നത്.